ഓരോ ഗ്രാമത്തിനും ഓരോ ദേവചൈതന്യമുണ്ട്. വവ്വക്കാവിൻ്റെ ദേവചൈതന്യമാണ് പുലിത്തിട്ട ദേവീ ചൈതന്യം. പുലിത്തിട്ട ദേവിയുടെ കാപ്പുകെട്ട് മഹോത്സവം ഇന്നാണ്. ആ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് എനിക്കൊപ്പം റിപ്പോർട്ടറായ അനശ്വരയും അഞ്ജനയുമൊക്കെ നിങ്ങൾക്കൊപ്പം ചേരും. ഈ ഉത്സവത്തിൻ്റെ സവിശേഷമായ എല്ലാ ആഘോഷ ചടങ്ങും യോഗനാഥം ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കളമെഴുത്തൊക്കെ ഇവിടെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അല്പസമയം കഴിയുമ്പോൾ ഇവിടെ വെച്ചാകും കാപ്പുകെട്ടൊക്കെ നടക്കുന്നത്. ഇവിടെ ആൾത്തിരക്ക് ഇനി 10 മടങ്ങ് ഏറി വരും. പിന്നെ ഇപ്പോൾ തന്നെ അന്നദാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ മറുസൈഡിലാണ് നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അല്പസമയം കഴിയുമ്പോൾ യോഗനാഥ ന്യൂസിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ദേവചൈതന്യത്തെ കുറിച്ച് പറഞ്ഞേ. ദേവചൈതന്യം എന്ന് പറയുമ്പം അത് പറയാൻ പറ്റാത്തതാണ് വാക്കുകളിലൂടെ. ഈ ദേവിയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി അനുഭവമാണ്. എൻ്റെ ഏറ്റവും വലിയ പെറ്റാണ്. ഞാൻ എന്താ പറയണ്ടത്, എനിക്കത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അമ്മ എല്ലാമാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നെ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ചേർത്ത് നിർത്തുന്ന ഒരാൾ, എൻ്റെ സ്വന്തം അമ്മയാണ്. ഇങ്ങനെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ എനിക്ക് വാക്കുകളിലൂടെ അറിയത്തില്ല. അങ്ങനെ ഒരു ആത്മബന്ധം, അതാണ്. താങ്ക് യു. എന്തോ ഞങ്ങളുടെ ഊർജ്ജവും ഉന്മേഷവും ഞങ്ങളുടെ ആയുരാരോഗ്യവും എല്ലാമായ ഞങ്ങളുടെ പുനതമ്പുരാട്ടിയുടെ ഉത്സവമാണ്. ഞങ്ങൾ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നു. ഞങ്ങളുടെ അമ്മയാ, ഞങ്ങളെ ജനിച്ചു വളർന്ന് കുഞ്ഞിനെ പോലെ കാണുന്ന അമ്മയാ. ആ അമ്മ ഞങ്ങൾക്കെല്ലാം തരുന്നു. ഞങ്ങൾക്കെല്ലാം സന്തോഷം അമ്മയുടെ കാര്യം. കാപ്പുകെട്ട് ഉത്സവം ഞങ്ങളുടെ ഒരു ഉത്സവമാണ്. ഞങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട്. അതുകൊണ്ട് പണ്ട് പോലെ ഞങ്ങൾ കാപ്പ് കെട്ടുന്നവരാ. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മയിൽ നിന്ന്. കോടി കോടി ജന്മപുണ്യം നിറഞ്ഞ അമ്മ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത് അമ്മ തന്നെയാണ്. അങ്ങോട്ട് നോക്കിയ നാട്ടുകാർക്ക് ആകെ ആവേശമാണ്. നാട്ടുകാരുടെ ഉത്സവമാണ് പുലിത്തിട്ട ദേവീക്ഷേത്രത്തിൽ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനുസരണം അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനാകും. ഇപ്പോൾ ഇവിടെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള തിരിതെളിയിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അല്പസമയത്തിനകം സ്വാമി ശുഭാകാനന്ദ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹമാണ് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. ശുഭാകാനന്ദ സ്വാമികളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ജനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. സ്വാമി ശുഭാനന്ദ സ്വാമിയെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിക്കുന്നത്.
സ്വാമി ശുഭാകാനന്ദ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വീകരണ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി. നെറുകയിൽ നിന്നും അറിവിന്റെ കേദാരങ്ങളായ ഗുരുവിന്റെയും ശാരദാദേവിയുടെയും പരമപവിത്രമായ നാപ്പുകെട്ടുവാനുഷ്ഠാനത്തിന് നിർദ്ദേശിക്കുകയാണ്. പരമപവിത്രമായ നാപ്പുകെട്ടുവാനുഷ്ഠാനത്തിന് നിർദ്ദേശിക്കുകയാണ്. വിശ്വമഹാഗുരു വിശ്വമാനവകാവലാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ശിവഗിരിക്കുന്നിന്റെ നിർദ്ദയിൽ നിന്നും അറിവിന്റെ കേദാരങ്ങളായ ഗുരുവിന്റെയും ശാരദാദേവിയുടെയും അനുഗ്രഹാശിസ്സുകളുമായി ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ ശുഭാകാനന്ദ സ്വാമികൾ പരമപവിത്രമായ നാപ്പുകെട്ടുവാനുഷ്ഠാനത്തിന് നിർവഹിക്കുകയാണ്. ഭക്തിയും വിശ്വാസവും ശുഭാകാനന്ദ സ്വാമികൾ പരമപവിത്രമായ നാപ്പുകെട്ടുവാനുഷ്ഠാനത്തിന് നിർവഹിക്കുകയാണ്. വിശ്വമാനവ കാവലാണ് വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യരിൽ പ്രഥമനായ ബ്രഹ്മശ്രീ ശുഭാകാനന്ദ സ്വാമികൾ ഗുരുവിന്റെയും ശാരദാദേവിയുടെ അനുഗ്രഹസ്പർശത്തോടുകൂടി ഈ വർഷത്തെ കാപ്പുകെട്ടുവാനുഷ്ഠാനത്തിന് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുകയാണ്. ആരാധ്യനായ കുടുംബത്തിന്റെ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന പ്രസക്തി പൂജയോടുകൂടി ഈ വർഷത്തെ കാപ്പുകെട്ടുവാനുഷ്ഠാനം സമാരംഭിക്കുകയാണ്. ആചാര്യ ബ്രഹ്മശ്രീ കണ്ടിയൂർ ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആരംഭിക്കുന്ന പ്രസക്തി പൂജയോടുകൂടി ഈ വർഷത്തെ ആചാര്യ ബ്രഹ്മശ്രീ
ദയാനാം ദക്ഷിണാമൂർത്തിയേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാഷി ശരചന്ദ്രമരീലികേ. ഓം ശാന്തി ശാന്തി ശാന്തി. ധന്യമായ ചടങ്ങ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനുഷ്ഠാനത്തിന്, കാപ്പുകെട്ട് അനുഷ്ഠാനത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ലക്ഷ്യം അനർത്ഥമാക്കുക, അത് സ്വായത്തമാക്കുക എന്നുള്ളതാണ് ജീവിത വിജയം നേടുവാനുള്ള മാർഗം. ആ മാർഗത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ആചാര്യ പരമ്പര, ഗുരു പരമ്പര, അതിനനുസൃതമായ ഒരു ജീവിത ശൈലി, ഒരു ജീവിത പന്ഥാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പ്രധാനമായും നമ്മുടെ ആധ്യാത്മിക സംസ്കാരം നാം പരിശോധിക്കുമ്പോൾ വിചാരമാർഗത്തിലൂടെയും ഉപാസനാ മാർഗത്തിലൂടെയും മനുഷ്യരുടെ ആത്യന്തികമായ ജീവിതത്തെ സ്വായത്തമാക്കുവാൻ, ജീവിത ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയുമെന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ആധ്യാത്മിക ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് വിചാരമാർഗമാണ്. തത്വചിന്താപരമായ മാർഗത്തിലൂടെ, ഈ പ്രപഞ്ച വിശകലനത്തിലൂടെ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുവകളെ ഒന്നൊന്നായി എണ്ണി മാറ്റിക്കൊണ്ട് നേതി പ്രക്രിയയിലൂടെ ആത്യന്തികമായി ശാശ്വതമായി നിലനിൽക്കുന്ന ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് വിചാരമാർഗം എന്ന് പറയുന്നത്. ആ മാർഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം എന്ന പ്രാർത്ഥനാ ഗീതത്തിൽ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് നമ്മെ പാടി പഠിപ്പിച്ചത്. ഈ പ്രാപഞ്ചിക വിഷയങ്ങളെയെല്ലാം ഒന്നൊന്നായി മാറ്റിക്കൊണ്ട് അതിനെല്ലാം ദൃസാക്ഷിയായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന പരമാത്മ സത്യത്തെ കണ്ടെത്തുവാനുള്ള മാർഗം വിചാരമാർഗത്തിലൂടെ നേടുവാൻ കഴിയുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ നമുക്ക് വിചാര മാർഗത്തിലൂടെ ആ ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉപാസനാ മാർഗത്തിലൂടെയും ആ ലക്ഷ്യത്തെ നമുക്ക് നേടുവാൻ കഴിയുമെന്ന് നമ്മുടെ ഗുരുക്കന്മാർ, ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉപാസകാനാം കാര്യർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്ന് പറഞ്ഞതുപോലെ ഉപാസനയ്ക്ക് വേണ്ടി ബ്രഹ്മത്തിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് ആ രൂപകൽപ്പനയ്ക്ക് അനുസൃതമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ആത്യന്തികമായ സത്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം. ആ കണ്ടെത്തലിന്റെ മാർഗമാണ് നാം ഇവിടെ അവലംബിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും വ്രതത്തിലൂടെയും ധ്യാനത്തിലൂടെയും എല്ലാം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ സത്തയെ കണ്ടെത്തുവാൻ ഇവിടെ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മളിൽ അന്തലീനമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തിക്കൊണ്ട് ആ ആത്മീയ അനുഭൂതി നുകർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും അനർത്ഥമാക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ നൽകുന്ന മഹത്തായ ജീവിത പന്ഥാവ് അവലംബിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും പവിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന പരമാത്മസത്തെ, ആത്മസത്തെ, ഈശ്വരാംശത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം. ആ മാർഗമാണ് നാം അവലംബിക്കേണ്ടത്. ആദ്യമായി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, പവിത്രീകരിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് കാമ, ക്രോധ, മോഹ, ലോപാദികളാകുന്ന വികാരങ്ങൾ കൊണ്ട് കലുഷിതമാണ്. ഇങ്ങനെ കാമ, ക്രോധ, മോഹ, ലോപാദികളാകുന്ന വികാരങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കുന്ന മനുഷ്യ മനസ്സിനെ നിർമ്മലമാക്കുവാനും പരിശുദ്ധമാക്കുവാനും ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര സ്മരണയിൽ അധിഷ്ഠിതമായ, ഈശ്വര ധ്യാനത്തിൽ അധിഷ്ഠിതമായ
ജീവിതത്തിലൂടെ മാത്രമേ നേടുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര ധ്യാനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമ്മുടെ മനസ്സിനെയും മനസ്സിൽ കടന്നുകൂടുന്ന കാമക്രോധ മോഹലോപാധികളാകുന്ന വിചാരങ്ങളെയും വികാരങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ, സത്യസ്വരൂപത്തെ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മൂർത്തിഭാവമായി നമ്മുടെ ഉള്ളിൽ കുളികൊള്ളുന്ന അഹംബോധത്തെ, ഞാനെന്ന അറിവിനും ബോധത്തിനും പാത്രീഭൂതമായിരിക്കുന്ന ആ ആത്മസത്തയെ കണ്ടെത്തുന്നതിലൂടെ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. ആ കണ്ടെത്തല് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് വ്യക്തികളെയും വ്യക്തി ജീവിതത്തെ നയിക്കപ്പെടുവാൻ കഴിയും. അങ്ങനെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ബന്ധാവിലെത്തുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായിരിക്കണം നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം എന്ന ആ വലിയ കാഴ്ചപ്പാടിനെ അനർത്ഥമാക്കുവാൻ കഴിയും. ആ കാഴ്ചപ്പാടിനെ അനർത്ഥമാക്കുവാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നും നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടത്. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യുഗപ്രഭാവനായ യുഗാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ 1888 മുതൽ ഗുരുദേവൻ മഹാസമാധിസ്ഥനാകുന്ന 1928 വരെയുള്ള ഗുരുവിന്റെ കർമ്മകാണ്ഡത്തിൽ വിശേഷിച്ച് ക്ഷേത്ര പ്രതിഷ്ഠകൾ നിർവഹിച്ചുകൊണ്ട് വിവിധ രൂപത്തിലും ഭാവത്തിലും സങ്കല്പത്തിലുമുള്ള ക്ഷേത്ര പ്രതിഷ്ഠകൾ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു കർമ്മകാണ്ഡം സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക പുരോഗതിക്ക് വേണ്ടി, സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്നിട്ടുള്ളത്. അഞ്ച് വർഷം ആയിരിക്കുകയാണ്. 25ാമത് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വർഷത്തെ ഉത്സവം. അതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹ ആശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പൂജ ആരംഭിക്കാം. തസ്മൈ ശ്രീ ഗുരവേ ഓം അജ്ഞാനതിമിരാന്തസ്യ
ശ്രീരാജരാജേശ്വരി ഓം ശ്രീ മഹാദേവി. പുൽത്തിട്ട ക്ഷേത്രത്തിലെ കാപ്പുകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വനിതാ സംഘം പ്രവർത്തകരാണ് കുണ്ടലിനി ഗാനങ്ങൾ ആലപിക്കുന്നത്. ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക. ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക. ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക. വിനായക വിനായക ഏകദന്തനേ വിനായക. വിനായക വിനായക ഏകദന്തനേ വിനായക. സുപൂജിത സുസ്മിതവദനേ ജ്ഞാനസ്വരൂപ വിലാസിനിയാകിയ പുനിത ജനനീ ഭഗവതി ജയ ജയ. സകല കലാമയേ വേദസ്വരൂപിണീ ബ്രഹ്മസുപൂജിത സുസ്മിതവദനേ ജ്ഞാനസ്വരൂപ വിലാസിനിയാകിയ പുനിത ജനനീ ഭഗവതി ജയ ജയ. വിഭുജനദംസിനി ഐശ്വര്യദായിനി ഭക്തജനപ്രിയ വിഷ്ണുവിലാസിനി ശ്രീകണ്ഠസ്ഥിര സുന്ദരരൂപിണി പുനിത ജനനീ ഭഗവതി ജയ ജയ. സകല കലാമയേ വേദസ്വരൂപിണീ ബ്രഹ്മസുപൂജിത സുസ്മിതവദനേ ജ്ഞാനസ്വരൂപ വിലാസിനിയാകിയ പുനിത ജനനീ ഭഗവതി ജയ ജയ. ഗഗന കുങ്കുമവും നൽകിയിട്ടുണ്ട്. നമ്മൾ ത്രിശക്തി പൂജ ആരംഭിക്കുകയാണ്. നമ്മൾ തന്നെ നേരിട്ട് പൂജ ചെയ്യാൻ പോകുന്നത് നാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന തുളസി ഇല എടുത്ത് കയ്യിൽ പിടിക്കുക. ആ തുളസി ഇല ചന്ദനത്തിൽ മുക്കി നിങ്ങളുടെ മുന്നിൽ സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആ പാതാര ബിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാവരും അതെടുത്ത് കയ്യിൽ പിടിക്കുക. ഇവിടുന്ന് പറയുന്ന മന്ത്രം ഏറ്റു ചൊല്ലിക്കൊണ്ട് അത് അർച്ചന ചെയ്യേണ്ടതാണ്. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം
ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ഭക്തജനങ്ങളെല്ലാം തത്സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കണം. ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക 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 ഏകദന്തനേ വിനായക 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 ഏകദന്തനേ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക ഗിരിജാനന്ദന വിനായക ശരണോ ശരണോ ഗണനാഥ ഗിരിജാനന്ദന വിനായക ശരണോ ശരണോ ഗണനാഥ വിനായക വിനായക ഏകദന്തനേ വിനായക
ഗജമുഖനേ ശരണോ ശരണോ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണം വിനായക ഭക്തതുണ്ടഹര വിനായക സിദ്ധി വിനായക നമോ നമഃ ഭക്തതുണ്ടഹര വിനായക സിദ്ധി വിനായക നമോ നമഃ വിനായക വിനായക ഏകദന്തനെ വിനായക 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 ഏകദന്തനെ വിനായക ഗണപതിയേ ഗജമുഖനേ ശരണോ ശരണോ വിനായക. ഉത്സവത്തിൻ്റെ അരങ്ങും അണിയറയുമൊക്കെ ഒഴിഞ്ഞു, കാപ്പുകെട്ട് കഴിഞ്ഞു. ഇനി കാപ്പഴിക്കലിൻ്റെ ദിവസമാകും ഭക്തജനങ്ങൾ ഈ ദേവീസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. യോഗനാഥൻ ന്യൂസ്, കൊല്ലം.